ചാടി മരിച്ച സംഭവത്തിൽ കുട്ടി സ്കൂളിൽ ക്രൂരമായ റാഗിങ്ങിനിരയായതായി അമ്മയുടെ പരാതി. മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും അമ്മ പരാതി നൽകി. സഹപാഠികൾ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. കുട്ടി പഠിച്ചിരുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെയാണ് അമ്മയുടെ പരാതി. വിദ്യാർത്ഥികൾ തമ്മിലുള്ള ചാറ്റുകളും കുടുംബം പുറത്തുവിട്ടു. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിഡിയ, വളരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കുട്ടിയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ റാഗിംഗ് എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് സംബന്ധിച്ച് എന്താണ് കുടുംബത്തിനുള്ള അറിവ്? കുട്ടി നേരത്തെ ഇക്കാര്യങ്ങളൊക്കെ കുടുംബവുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നോ? അമൃത, കഴിഞ്ഞ 15-ാം തീയതിയാണ് കുട്ടി താമസിച്ചിരുന്ന ഫ്ളാറ്റിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തിരുന്നത്. ആ സമയങ്ങളിൽ തന്നെ കുട്ടി മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിലായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു എന്നത് സംബന്ധിച്ച ഒരു സൂചനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നിരുന്നത് കൂടിയായിരുന്നു. പക്ഷേ ഏത് തരത്തിലാണ്, എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു പീഡനങ്ങളൊക്കെ, മാനസിക പീഡനങ്ങളൊക്കെ ഏറ്റത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയുണ്ടായിരുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അമ്മ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് കുട്ടി പഠിച്ചിരുന്ന ഗ്ലോബൽ സ്കൂളിൽ നിന്നും വലിയ രീതിയിൽ സഹപാഠികളിൽ നിന്ന് കുട്ടിക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് അമ്മ പറയുന്നത്. അമ്മ ഡിജിപിക്കും ഒപ്പം മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ ഈ ആത്മഹത്യ പോലീസ് കഴിഞ്ഞ 15-ാം തീയതി കേസ് എടുത്തത് കൂടിയാണ്. അമ്മ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ കുട്ടി സ്കൂളിൽ വെച്ച് സഹപാഠികളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഈ നിറത്തിന്റെ പേരിലുള്ള പീഡനങ്ങൾ കുട്ടി ഏറ്റിരുന്നു. ഒപ്പം ഈ സ്കൂൾ ബസ്സിൽ വെച്ചും ക്ലാസ് റൂമിൽ വെച്ചും അതുപോലെ തന്നെ ശുചിമുറിയിലടക്കം വെച്ചും കുട്ടി വലിയ പീഡനങ്ങൾക്ക് ഇരയായി എന്നതാണ് അമ്മ പറയുന്നത്. അമ്മ ഇറക്കിയ പത്രക്കുറിപ്പിലാണ് ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്. ഈ നിറത്തിന്റെ പേരിലൊക്കെ പരിഹാസവും കുത്തുവാക്കുകളും ഒക്കെ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു. ഒപ്പം ഈ മറ്റു കുട്ടികൾ വാഷ്റൂമിലടക്കം കൊണ്ടുപോയി ക്ലോസറ്റിൽ തല മുട്ടിക്കുന്നതും ഒക്കെ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പീഡനങ്ങൾക്ക് കുട്ടി ഇരയായിട്ടുണ്ട് എന്നാണ് അമ്മ പറയുന്നത്. ഈ പീഡനങ്ങളെ സംബന്ധിച്ച് കുടുംബത്തിന് ചെറിയ രീതിയിലുള്ള സൂചനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ ഒരു മരണശേഷം ഇതിനെപ്പറ്റി കൂടുതൽ കുടുംബം അന്വേഷിച്ചപ്പോഴാണ് മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും സഹപാഠികളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു കാര്യം മാതാപിതാക്കൾ അറിയുന്നത്. മാത്രമല്ല ഇതിന്റെ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ കൂടി ഈ മാതാപിതാക്കൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ കുട്ടിയുടെ സഹപാഠികൾ തന്നെ പരസ്പരം കുട്ടിയെക്കുറിച്ച് പറഞ്ഞ, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ചാറ്റുകളും അതിന്റെ സ്ക്രീൻഷോട്ടുകളും. ഇത്രയേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇതൊന്നും സ്കൂൾ അധികൃതരോ മറ്റോ അറിഞ്ഞില്ല എന്നാണോ? അതിലാണ് സ്കൂൾ അധികൃതർക്കെതിരെ മാതാപിതാക്കൾ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ സ്കൂൾ അധികൃതരോട് ചോദിച്ചിരുന്നു. അതായത് കുട്ടിയുടെ മരണശേഷം സ്കൂൾ അധികൃതരോട് ചോദിച്ചിരുന്നു എന്നുകൂടി മാതാപിതാക്കൾ പറയുന്നുണ്ട്. എന്നാൽ അത് സ്കൂൾ അധികൃതർക്ക് അറിവുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. സ്കൂൾ അധികൃതർ ഇതിനെ സംബന്ധിച്ച് യാതൊരു കാര്യങ്ങളും മാതാപിതാക്കളുമായി പങ്കുവച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്കൂൾ അധികൃതർക്ക് അറിവുള്ളതായി മാതാപിതാക്കൾക്ക് യാതൊരു വിധത്തിലുള്ള സൂചനയോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. എന്നിരുന്നാലും അത് അന്വേഷിക്കേണ്ടതുണ്ട്. സ്കൂൾ അധികൃതരുടെ അറിവോടെയാണോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നത്? അത്തരത്തിൽ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് തരത്തിലാണ്, അതിന്റെ വസ്തുത എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അതിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും. അപ്പോൾ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് വിശദമായ ഒരു വ്യക്തതയോ അല്ലെങ്കിൽ വിശദീകരണങ്ങളോ നിലവിൽ ഈ സാഹചര്യത്തിൽ വന്നിട്ടില്ല അല്ലേ? സ്കൂളിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. നമുക്ക് മാത്രമല്ല, മാതാപിതാക്കൾക്കും അത്തരത്തിൽ സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണങ്ങൾ ലഭിച്ചിട്ടില്ല. സ്കൂൾ അധികൃതർക്ക് അറിവുണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ മാതാപിതാക്കൾക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സ്കൂൾ അധികൃതർക്കെതിരെ കൂടിയാണ് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും മാതാപിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏത് തരത്തിലാണ്, ആരൊക്കെ കുട്ടിയെ ഇത്തരത്തിൽ ഒരു മാനസിക പീഡനത്തിന് ഇരയാക്കിയത്? സഹപാഠികളാണോ, അല്ലെങ്കിൽ ഇത് സ്കൂൾ അധികൃതർക്ക് അറിവുണ്ടായിരുന്നു, അത് അറിവുണ്ടായിട്ടും അത് കണ്ടില്ല എന്ന് നടിച്ചതാണോ എന്നതിനെ സംബന്ധിച്ചൊക്കെ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ ഒരു അന്വേഷണത്തിൽ കൂടി മാത്രമേ ഇതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകൂ. അമൃത, തൃപ്പൂണിത്തുറയിൽ 15-കാരൻ ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ കുട്ടി സ്കൂളിൽ ക്രൂരമായ റാഗിങ്ങിനിരയായിട്ടുണ്ട് എന്നാണ് അമ്മയുടെ പരാതി. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് പങ്കുവച്ചത്.